എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ എന്റെ മേൽ രാഷ്ട്രീയം കലർത്തിയൊന്നും പോവാന്ന് വിചാരിക്കരുത്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ ധിക്കാരം ഒന്നും മേലെ പറയരുത്. ഏത് ധിക്കാരം? ഏത് ധിക്കാരം? ഞാൻ എന്ത് ധിക്കാരം കാണിച്ചു? ശ്രീ അനിൽകുമാർ, ഞാൻ എന്ത് ധിക്കാരം? നിങ്ങൾക്ക് ഉത്തരവില്ലെന്നേ. നിങ്ങൾക്ക് പറയാൻ ഉത്തരവില്ല. കൂടുതൽ കോണയടിക്കണ്ട. നിന്റെ വർത്താനം ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. നിങ്ങൾക്ക് അവതാരകനെ ആക്ഷേപിക്കണം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വ്യതിചലിക്കണം. ഇത് നിങ്ങളുടെ അജണ്ടയാണ്, നടത്തിക്കോ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉത്തരവില്ല. നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത് എന്റെ ചോദ്യം. അറിയാത്ത പുള്ള ചൊറിയും പറയും. എന്റെ ചോദ്യം അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ ശ്രീ അനിൽകുമാർ? ടെൻഡറിനെ ബാധിച്ച അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? ഈ ജാതി ശപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്ന നമ്മുടെയൊക്കെ ശാപം. അല്ലല്ല, അതല്ല ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ ഉത്തരം പറഞ്ഞോ? ഞാൻ ഇവിടെ നിന്നിട്ട് തൊണ്ട പൊട്ടി എത്ര പ്രാവശ്യം ചോദിച്ചു, താങ്കൾ ഉത്തരം പറഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ കമ്പനിക്ക് ഈ ആരോപിക്കപ്പെടുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ എന്ന് ഞാനൊരു 10,000 വട്ടം ചോദിച്ചിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞു. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ 10,000 വട്ടം മറുപടി പറയുന്നു. ആ ടെൻഡറിനെ ബാധിച്ച അല്ലല്ല, ചോദ്യം അതല്ല സാർ. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. ഈ ബന്ധമുണ്ടോ? 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 ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ. അല്ലല്ല, ഞാൻ ഓപ്ഷൻ തരാം. താങ്കൾ ഇനി വിശദീകരിക്കൊന്നും വേണ്ട. എ ഉണ്ട്, ബി ഇല്ല, സി അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയാമോ? കിട്ടും, അടുത്തന്നെ കിട്ടും. ആ ടെൻഡറിനെ ബാധിച്ച ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും സർക്കാരിനും CPM-നും ഇല്ല. ഇതാണോ എന്റെ ചോദ്യത്തിന് ഉത്തരം? ഒരു മന്ദൻ. ഈ 3 ഓപ്ഷനിൽ ഒരെണ്ണം എടുക്കാൻ പറ്റുമോ താങ്കൾക്ക്? അതുപോലും പറ്റില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അത് തന്നെയാണ് പറഞ്ഞത്. ഏത് പറഞ്ഞു? ഏത് പറഞ്ഞു? അങ്ങനെ ഊരിപ്പോവാന്ന് വിചാരിക്കരുത്. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ്. ഇല്ല. എന്നിട്ട് തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ആക്ഷേപത്തിന് ഒരടിസ്ഥാനവുമില്ല ശ്രീ അനിൽകുമാർ. എവിടെ ഓടിപ്പോയി? നോക്കൂ ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുക. അല്ലല്ല, അതൊന്നല്ല. എന്റെ ചോദ്യം അവിടെ കിടക്കല്ലേ? എന്റെ ചോദ്യം ആദ്യം അവിടെ കിടക്കല്ലേ ശ്രീ അനിൽകുമാർ? എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇല്ല, പറഞ്ഞില്ല. എന്റെ ഉത്തരം കൃത്യമാണ്. എന്താ ഉത്തരം? ഒരു ബന്ധങ്ങളും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ബന്ധമുണ്ടോ? ഒരു ബന്ധങ്ങളും അല്ലല്ല, ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. ബന്ധമുണ്ടോ? കുറെ നേരമായല്ലോ ഇയാൾക്കൊരു വല്ലായ്മ തുടങ്ങിയിട്ട്. ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ബന്ധമുണ്ടോ? മനസ്സിലായോ? ഒരു ബന്ധങ്ങളും അപ്പൊ കാര്യം മനസ്സിലായി ശ്രീ അനിൽകുമാർ. പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഒരു ഉടായിപ്പായിട്ട് അറിയിക്കുള്ളൂ. എന്നെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഗതിയിലായി. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് സമയം കളയണം, എന്നെ ആക്ഷേപിക്കണം ഒക്കെ പറഞ്ഞ് ഈ സമയം 1 മണിക്കൂർ കളയണം. കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താ. എന്റെ ശ്രീ അനിൽകുമാർ, ദയവായി ഒരു ജനാധിപത്യ മര്യാദ. മണ്ണുണ്ണിയാ அப்படினா ബുദ്ധൂസ്ന അർത്ഥം. ഒരപേക്ഷ, ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം ദയവായി പറഞ്ഞു. ഞാൻ താങ്കളോട് അപേക്ഷിക്കുക. ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ? സിമ്പിൾ ചോദ്യം, ഉത്തരം പറയൂ. വേണ്ട. ആ രഹസ്യം എന്റെ തലയിൽ തന്നെ ഇരുന്ന് ക്ലാവ് പിടിച്ചോട്ടെ. CPIM-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ്. സേഫ് കേരള പദ്ധതിയുമായി ഞാൻ പോവൂല. നിന്നോട് പോവാനാ പറഞ്ഞത്. ഞാൻ പോവൂലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു നിർബന്ധിക്കണം? അപ്പൊ മതി. അല്ലല്ല, ഞാൻ ഇത്രത്തോളം വിനയത്തോട് അപേക്ഷിച്ചിട്ട് പോലും താങ്കൾ ആ ചോദ്യത്തിൽ പിടിക്കില്ല എന്നാണെങ്കിൽ ഇതാണ് പ്രശ്നം ശ്രീ അനിൽകുമാർ. എന്നെ ആക്ഷേപിച്ചൊന്നും കാര്യമില്ല. ആരോഗ്യത്തിന് നല്ലത്. ശ്രീ CPM-ന്റെ പ്രതിനിധിക്ക് അവസരങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും നിരവധി തവണ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പൊന്നാര മകന്റെ അമ്മായിയപ്പൻ പ്രസാദിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ള വ്യക്തിയാണ്. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. സാറിനൊരു പ്രശ്നം വരുന്നതൊക്കെ ഞാൻ വരണ്ടേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്പമെങ്കിലും വിവേകത്തോടെ സംസാരിക്കാൻ കഴിയണം. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്റെ പാർട്ടിയുടെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം. അല്ലല്ല, ആനന്ദ് കച്ചൂടി കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, പച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹം പച്ചയായ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അത് ഞാൻ നിങ്ങളെ അനുഭവിക്കുന്ന അങ്ങനെയാണ്. ഞാൻ അനുഭവിക്കുന്ന നിങ്ങൾ അങ്ങനെയാണ്. ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്. അതെ, ഓരോ ചർച്ചയിലും നിങ്ങൾക്ക് ഓരോ വേഷമാണല്ലോ.
എത്രയോ വാറ്റ് ചൊല്ലിയാച്ചു. അല്ലല്ല, ഓരോ ചർച്ചയിലും ഓരോ വേഷമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വേഷം എന്താണ്? ഞാൻ ആ വേഷത്തെ കുറിച്ചാണ് പറയണത്. അദ്ദേഹത്തിന്റെ വേഷം എന്താണ്? അദ്ദേഹത്തിന്റെ വേഷം CPM-ന്റെ നയം ആനന്ദ് കൊച്ചുകൂടി പറയും, അനിൽകുമാർ പറയണ്ട. ഞാൻ എന്റെ പാർട്ടിയുടെ നയ പറഞ്ഞു. ആ പാർട്ടിയുടെ നയം അഭിമാനത്തോടെ പറയുകയാണ്. BJP-ക്കെതിരായ പോരാട്ടമാണ് എന്റെ പാർട്ടിയുടെ നയം. ആ നയം ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിക്കരുത്. എന്റെ ശബ്ദം പിന്നെ ഞാൻ പറയട്ടെ. കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്റെ പാർട്ടിയുടെ നയം ഞാൻ പറയും. ആ നയം പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് ഭരിച്ചപ്പോൾ ഞാൻ CPM വേഷത്തിൽ വന്നിട്ടുണ്ട് ശ്രീ അനിൽകുമാർ. ആ സൗജന്യം നിങ്ങളുടെ വേണ്ടല്ലോ. നിങ്ങളുടെ സൗജന്യം കൊണ്ടല്ലല്ലോ ഞങ്ങൾ ഈ നിലവാരത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു സൗജന്യം ആവശ്യപ്പെടുന്നില്ല. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? നിങ്ങളെ പോലുള്ള ആളുകള് അവസരവാദ വിദൂഷക വേഷം കെട്ടിക്കൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പച്ച കള്ളം പറയുകയാണ്. നിങ്ങൾ എത്ര കള്ളങ്ങൾ അവിടെ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി. ഒരു കാര്യം നിങ്ങൾ ദയവായി മനസ്സിലാക്കണം, CPM-ന്റെ ഏതെങ്കിലും നേതാവിന് നയമില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്ന നയമാണ്. ആ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്ന നയമാണ് ഞാൻ ഈ വേദി പറഞ്ഞത്. അതുപ്രകാരം ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് BJP-യെ തോൽപ്പിക്കാൻ എല്ലാ തലത്തിലും മുന്നോട്ട് വരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതിന് സംസ്ഥാന തലത്തിൽ പരമാവധി വോട്ട് ശേഖരിക്കാൻ ശേഷിയുള്ളവർ തിരിച്ചു നിൽക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJP-യെ തോൽപ്പിക്കാൻ ശേഷിയുണ്ട്. അവിടെ നിയമ തെരഞ്ഞെടുപ്പിൽ കണ്ട ഫലം എന്താണ്? ഒരു നാമമാത്രമായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയപ്പോൾ അവിടെ BJP ജയിച്ചു. നീ ധൈര്യമായിട്ട് കോൺഗ്രസും CPM കൂടെ ഏറ്റുമുട്ടിയ ഒരു സ്ഥലത്തും നാമമാത്രമായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയ നിയമത്തൊഴിയെ BJP ജയിച്ചില്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ പാർട്ടിയില്, ഞങ്ങളുടെ മുന്നണിയിലെ ഓരോ പാർട്ടിക്കും അതിൻ്റെതായ വിലയുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലെ മുന്നണിയിലെ ഒരു പാർട്ടിയുടെ വില തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ആരുടെ വിജയമാണ് എന്നുള്ളതിനേക്കാളും നമ്മൾ ആലോചിക്കേണ്ടത് ആരുടെ പരാജയമാണെന്ന്. ഈ സമരത്തിൽ പരാജയപ്പെട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് എന്ന് പറയുന്നത്. SFI-കാരുടെ പരാജയം അത്ര വലിയ പരാജയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അവർക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല. പാർട്ടി കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന പാവങ്ങളാണ് അവർ. ഞാൻ അവരെ കുറ്റം പറയുകയില്ല. നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. ഇപ്പൊ ജയിക്ക് ഇവിടെ വളരെ കാര്യമായിട്ട് വാദിക്കുന്നത് കേട്ടു. ഞാൻ അദ്ദേഹത്തെ ഹാർദവമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏതായാലും അദ്ദേഹം മാർച്ചിലെ പരീക്ഷ തന്നെ പാസ്സായല്ലോ. ഇനി ഇതുപോലുള്ള വിജയങ്ങൾ കുറച്ചുകൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുന്നു. ഇത് സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു ലോ അക്കാഡമിയിലെ സമരമല്ല. ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്. ഇത് ഒരു പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം നേരിട്ട് അത് ഒത്തീർപ്പാക്കുന്നതിൽ സർക്കാരിനുണ്ടായ വലിയ പിടിപ്പുകേടാണ് സൂചിപ്പിക്കുന്നത്. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? അത് വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് മുഖ്യമന്ത്രിക്കുമാണ് ഇതിൽ പരാജയം സംഭവിച്ചിട്ടുള്ളത്. യാതൊരു സംശയമില്ല. ഇവിടെ എല്ലാ അഴിമതിയും തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാർ നിസാരമായ ഒരു കാര്യം, ലോ അക്കാഡമിയിൽ ഒരു സമരം ഒത്തീർപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് അറിയാം. അഴിമതിക്ക്, കെടുകാര്യസ്ഥതയ്ക്ക്, കൊള്ളരായ്മയ്ക്ക്, ഹരിജന പീഡനത്തിന് എല്ലാം കുടപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞ സ്ത്രീയെ നീക്കണമെങ്കിൽ കേരള സർക്കാരിന് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. അത് ഈ നിമിഷം വരെ വഷളാക്കി 29 ദിവസം ഈ സമരം അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടുപോയി. ലോകത്തെവിടെയെങ്കിലും കേട്ടുണ്ടോ? വേണുവിന് അറിയാമല്ലോ, ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും നിശിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഈ സമരം ഒരാഴ്ചക്കപ്പുറം പോകുമായിരുന്നില്ല. ഏതെന്നെ അവൻ പറഞ്ഞ നേരെ കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്തു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.